55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തൃശൂർ രാമനിലയത്തിൽ വച്ച് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടത്തിയത്. മികച്ച നടനായി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തു. ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച നടിയായി ഷംല ഹംസയെയാണ് തിരഞ്ഞെടുത്തത്. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഷംലയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയുടേതായിരുന്നു അവാർഡ് നിർണയം. നടൻ ടൊവിനോ തോമസിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു. ARMലെ അഭിനയത്തിനായിരുന്നു പ്രത്യേക ജൂറി പുരസ്കാരം കിട്ടിയത്. കിഷ്കിന്ധ കാണ്ഡത്തിലെ അഭിനയത്തിന് ആസിഫ് അലിയും ബോഗൻവില്ലയിലെ അഭിനയത്തിന് ജ്യോതിർമയും പാരഡൈസിലെ പ്രകടനത്തിന് ദർശന രാജേന്ദ്രനും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. ഷൈജു ഖാലിദിനാണ് മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മഞ്ഞുമൽ ബോയ്സിനാണ് പുരസ്കാരം. 8ാം തവണയാണ് മമ്മൂട്ടിക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം സിനിമയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ച് അഭിനയിച്ചതിനാണ് മികച്ച നടനായി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തത്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് മികച്ച നടന് ലഭിക്കുന്ന സമ്മാനം. കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാഭിനയ മികവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായക വേഷത്തിന്റെ പകർന്നാട്ട പൂർണ്ണതയ്ക്ക്. ഇങ്ങനെയാണ് ജൂറിയുടെ വാക്കുകൾ. 2022 സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.